ഇന്ന് നമുക്ക് ക്രീം ബൺ തയ്യാറാക്കാം. ബേക്കറിയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിൽ കൂടുതൽ ടേസ്റ്റിൽ നമുക്ക് ക്രീം ബൺ വീട്ടിൽ തന്നെ തയ്യാറാക്കാം കേട്ടോ. അപ്പം തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാം സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ കേട്ടോ. അപ്പം വേഗം പായം നമുക്ക് ഈ ഒരു അടിപൊളി ക്രീം ബൺ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഹേ ഗായ്സ്, ഇറ്റ്സ് മീ സൗമ്യ. വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. നമ്മുടെ ഈ ഒരു ക്രീം ബൺ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ബൺ തയ്യാറാക്കാനായിട്ടൊരു ഡോ പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഒരു ബൗൾ എടുക്കാം. അതിലോട്ട് ഒരു 2 കപ്പ് മൈദപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ വക ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. ബൗളിലോട്ട് നമുക്ക് ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാം. ഒരു 1/4 കപ്പ് പാലെടുക്കാം. ഇളം ചൂട് പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പാൽ ചേർത്തതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര മെൽറ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സാധാരണ നമ്മൾ അപ്പമൊക്കെ തയ്യാറാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ഈസ്റ്റാണ്, അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ലിഡ് ക്ലോസ് ചെയ്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റിന് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്യാം. നോക്കിക്കോളൂ, നന്നായിട്ട് നമ്മുടെ ഈസ്റ്റ് ഇവിടെ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ കുറച്ച് മുന്നേ റെഡിയാക്കി വെച്ചിരിക്കുന്ന മൈദ മാവ് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. മൈദ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം, അതായത് നമ്മുടെ ഒരു ഡോ പരുവത്തിൽ ഒരു സ്റ്റിക്കി ഫോമിലാണ് കിട്ടുന്നത്. ആ ഒരു ഡോ ഫോമിൽ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കൗണ്ടർ ടോപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ ആദ്യമേ ഇതിൽ തന്നെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഡോ ഇവിടെ നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൗണ്ടർ ടോപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിനായിട്ട് നന്നായിട്ട് കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്യുക. ശേഷം നമുക്ക് മാവ് നമ്മുടെ ഇതിൻ്റെ കൗണ്ടർ ടോപ്പിലോട്ട് മേലെ വെച്ച് ആദ്യം 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട്, അതായത് സ്ട്രെച്ച് ചെയ്ത് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആ കുഴയ്ക്കുന്ന ആ ഒരു ഭാഗമാണ് നമ്മുടെ ബണ്ണ് നല്ല പെർഫെക്റ്റ് സ്പഞ്ചിയായി കിട്ടുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ബട്ടർ ഇടയ്ക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ബട്ടർ ആഡ് ചെയ്യാം. ഞാൻ ആദ്യം 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശേഷം ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്ത് നന്നായിട്ട് ഇതുപോലെ 2 കൈ കൊണ്ട് സ്ട്രെച്ച് ചെയ്ത് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആ ഒരു വലിവും എല്ലാം, ആ ഒരു സ്റ്റിക്കിനെസ് എല്ലാം മാറുന്ന സമയം വരെ നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്ക് ഇതേ രീതിയിലൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ കുഴച്ചതിന് ശേഷം നോക്കിക്കോളും, മാവ് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ആ ഒരു സ്റ്റിക്നെസ് ഒന്നും ഇല്ല കേട്ടോ. നോക്കിക്കോളും, നമ്മൾ കൈ ഇതുപോലെ പ്രസ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കിന് കൈമേ ഒട്ടിപ്പിടുത്തലൊന്നും ഇല്ല കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് റെസ്റ്റിന് വെച്ച് കൊടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലോട്ട് നന്നായിട്ടൊന്ന് ബട്ടർ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം മാവിലോട്ടും കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ആ ബൗളിലോട്ട് വെച്ച് കൊടുക്കാം. ലിഡിറ്റ് ക്ലോസ് ചെയ്ത് ഒരു 1 മണിക്കൂർ നമുക്ക് ഇതൊന്ന് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. 1 മണിക്കൂറിന് ശേഷം നോക്കിക്കോളൂ, നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് ഡബിൾ ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ആക്ടിവേറ്റ് ആയത്, അതായത് ഫെർമെൻറ്റേഷൻ ആയിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെച്ച് ഇത് നന്നായിട്ട് ബോളാക്കി ഉരുട്ടിയെടുക്കാം കേട്ടോ. കൗണ്ടർ ടോപ്പിലോട്ട് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് പീസസ് ആക്കി എടുക്കാം. അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ബോൾസ് ആക്കി ഉരുട്ടിയെടുത്താലും മതി. ഞാനിവിടെ എത്ര എണ്ണമാണ് നമുക്ക് ചെയ്യാൻ പാകം അത്രയും നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ചെറിയ ചെറിയ ബണ്ണാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ടാക്കിയതിന് ശേഷം ഓരോ പോർഷൻ നമുക്ക് എടുത്തതിന് ശേഷം പുറമെ നിന്ന് വലിച്ച് നമുക്ക് ഉള്ളിലോട്ട് ഇതുപോലെ ഒന്ന് ടക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടാണ് നമ്മുടെ ബോൾസ് ഇവിടെ റെഡി ആവുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തതിന് ശേഷം, അപ്പോൾ ഇതാ നമ്മുടെ ഒരു ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് കൗണ്ടർ ടോപ്പിലോട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതും കൂടി ഒന്ന് ചെയ്തെടുക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്ക് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും, പക്ഷേ വളരെ എളുപ്പമാണ്. ഒരു ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഉള്ളിലോട്ട് ടക്ക് ചെയ്തതിന് ശേഷം നല്ല പെർഫെക്റ്റ് ബോളായിട്ട് റെഡിയായി കിട്ടുന്നതായിരിക്കും. നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് നമുക്കത് കൗണ്ടർ ടോപ്പിലോട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ബാക്കിയെല്ലാം നമുക്ക് ഇതേ സെയിം രീതിയിൽ തന്നെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബോൾസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് ഇതുപോലെ ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഓരോ ബോൾസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ബട്ടർ ഗ്രീസ് ചെയ്തതിന് ശേഷം ബോൾസ് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് എടുക്കാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് നമ്മുടെ ഒരു പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ലിഡിറ്റ് ക്ലോസ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റിന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബണ്ണായിട്ടുള്ള ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു ബൗൾ എടുക്കാം. ബൗളിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണ് നമ്മുടെ ബട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കാം. അൺസോൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഹോം മെയ്ഡാണ്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു 2 ഞുള്ള് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്കിതിലോട്ട് ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല ക്രീമി പരുവാവുന്ന സമയം വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്കിതിലോട്ട് ഒരു 3 ഡ്രോപ്പ് നമുക്ക് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. വാനില എസൻസ് ഇതുപോലെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലൊരു ടേസ്റ്റി ക്രീം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡറും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ മിൽക്ക് പൗഡർ ആഡ് ചെയ്യുമ്പോൾ. നന്നായിട്ടൊന്ന് ക്രീമി ടെക്സ്ചറിൽ നമുക്ക് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ക്രീം ഇവിടെ മിക്സ് ചെയ്ത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഒരു സ്പാച്ചില വെച്ച് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിലോട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് റെസ്റ്റിന് വെച്ച് കൊടുത്ത ബോൾസ് ഇവിടെ നോക്കാം. നോക്കിക്കോളൂ, വീണ്ടും നന്നായിട്ടൊന്ന് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം വെച്ച് കൊടുത്താൽ നന്നായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഓയിൽ മീഡിയമാണ് നമ്മൾ ചൂടാക്കിയേക്കുന്നത്. നമുക്ക് ഓരോ ബോൾസ് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അധികം ചൂടായി കഴിഞ്ഞാൽ ഉള്ളിൽ വേവാനുള്ള സാധ്യത കുറവുണ്ട്. അപ്പോൾ മീഡിയം ചൂടായതിന് ശേഷം വേണം നമുക്ക് ബോൾസ് ഓരോന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 1-2 മിനിറ്റിന് ശേഷം നമുക്കിതുപോലെ ഓയിലൊന്ന് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് തിരിച്ചും മറിച്ചും നല്ലൊരു ഗോൾഡൻ ടെക്സ്ചർ ആവുന്നിടം വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നോക്കിക്കോളൂ, ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആയതിനു ശേഷം നമുക്ക് എല്ലാം പ്ലേറ്റിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ബാക്കിയുള്ള ബൺസ് എല്ലാം ഇതേ രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ ബൺസ് എല്ലാം ഇവിടെ ഫ്രൈ ആയി റെഡിയായി വന്നിട്ടുണ്ട്. നോക്കിക്കോളൂ, ആ ഒരു ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നല്ല സൂപ്പറായിട്ട് നമുക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബണ്ണ് ഒന്ന് നന്നായിട്ടൊന്ന് തണുക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തണുത്തതിന് ശേഷം വേണം നമുക്ക് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചൂടോടെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മെൽറ്റായി പോകും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഞാനിവിടെ ബൺസ് എല്ലാം എടുത്തിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ നല്ല തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഒരു പോർഷൻ ഒന്ന് ഒരു 1 സൈഡ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം. അതിനിടെ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ ക്രീം എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ബണ്ണൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നൈഫ് വെച്ച് ഒരു 1/2 പോർഷൻ മാത്രം നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഓപ്പൺ ആവുന്ന രീതിയിൽ നമുക്ക് ഈ ബൺസ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ബാക്കിയുള്ള ബണ്ണെല്ലാം നമുക്ക് ഇതേ രീതിയിൽ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ബണ്ണെല്ലാം ഇവിടെ കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊന്ന് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓരോ ബണ്ണിലോട്ട് 1-1.5 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമനുസരിച്ച് നമുക്ക് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് ബണ്ണെല്ലാം ഇവിടെ ക്രീമെല്ലാം തേച്ച് നല്ല പെർഫെക്റ്റായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നോക്കിക്കോളൂ, അതിൻ്റെ ഉള്ളെല്ലാം നമ്മുടെ അടിപൊളിയായിട്ട് തന്നെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ 2 ബണ്ണിൽ ക്രീം സ്പ്രെഡ് ചെയ്തില്ല. കാരണം വീട്ടിൽ അമ്മയും അച്ഛനും ഷുഗർ ഉള്ളതുകൊണ്ട് അവർ സ്വീറ്റ് കഴിക്കില്ല. അതുകൊണ്ട് സാധാരണ രീതിയിലാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ബണ്ണ് മാത്രമായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്നത്. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ ഒരു ക്രീം ബട്ടർ തേച്ചുള്ള ക്രീമും കൂടെ തേക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. നല്ല അടിപൊളി, നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടി കൂടുതൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ബട്ടർ ബണ്ണ്. അതായത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, വാക്കുകളില്ല. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, ഫോളോ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, be happy and keep smiling. Thank you for watching and bye bye.